നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നത്തെ ഭാരതം സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകം വ്യക്തമായി കണ്ടു. ഇന്ത്യയുടെ ശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഭാരതമാതാവിനോടുള്ള സ്നേഹത്തിന്റെ ചിത്രങ്ങൾ ഉയർന്നു വന്നു. വന്ദേ ഭാരതം 150 വർഷം പൂർത്തിയാക്കിയപ്പോഴും ഇതേ വികാരം പ്രകടമായിരുന്നു. പുതിയ പ്രതീക്ഷകളോടും പുതിയ ദൃഢനിശ്ചയത്തോടും കൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യ തയ്യാറാണ്. ഈ വർഷം രാജ്യത്തിന് നിരവധി നേട്ടങ്ങൾ സമ്മാനിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ദേശീയ സുരക്ഷ മുതൽ കായിക മേഖല വരെ, ശാസ്ത്ര ലബോറട്ടറികൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകൾ വരെ എല്ലായിടത്തും ഇന്ത്യ ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ലോക ചാമ്പ്യൻഷിപ്പിൽ നിരവധി മെഡലുകൾ നേടി. ഒരു തടസ്സത്തിനും ധൈര്യത്തെ തടയാൻ കഴിയില്ലെന്ന് പാരാ അത്ലറ്റുകൾ തെളിയിച്ചു. നിരവധി മെഡലുകൾ നേടി. നമ്മുടെ പെൺമക്കൾ വനിതാ ബ്ലൈൻഡ് T20 ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ചു. ഏഷ്യ കപ്പ് T20യിലും ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ പറന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രത്തിലും ബഹിരാകാശത്തും ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. അതേസമയം നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്കും 2025 സാക്ഷിയായെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ അവരുടെ മക്കളെ ഇന്ത്യയിലെ ഭാഷകൾ പഠിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി നിരവധി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ദുബായിലെയും ഫിജിയിലെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. കഴിഞ്ഞ മാസം ഫിജിയിലെ റാഗിരാഗി മേഖലയിൽ ഒരു സ്കൂൾ ആദ്യമായി തമിഴ് ദിനം ആഘോഷിച്ചിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഭാഷയിലുള്ള അഭിമാനം പ്രകടിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി. അവർ കവിതകൾ ചൊല്ലി, തമിഴിൽ പ്രസംഗിച്ചു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വേദിയിൽ അവരുടെ സംസ്കാരം പ്രദർശിപ്പിച്ചു. തമിഴ് ഭാഷയുടെ സംരക്ഷണത്തിനായി രാജ്യത്ത് തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നാളുകൾക്ക് മുമ്പ് തന്റെ പാർലമെന്ററി മണ്ഡലമായ കാശിയിൽ 4ാമത്തെ കാശി തമിഴ് സംഘം സംഘടിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണവും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളും 2025 ആരംഭിച്ചു. ഇന്ത്യയിലെ ചീറ്റകളുടെ എണ്ണം ഇപ്പോൾ 30 കവിഞ്ഞു. 2025 വിശ്വാസം, സംസ്കാരം, ഇന്ത്യയുടെ തനതായ പൈതൃകം എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്നുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. വർഷാരംഭത്തിൽ പ്രയാഗ്രാജ് മഹാകുംഭ് സംഘടിപ്പിച്ചത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. വർഷാവസാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനപൂരിതമാക്കി. സ്വദേശി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സംസാരിക്കവേ തദ്ദേശീയ ഉൽപ്പന്നങ്ങളോട് ജനങ്ങൾ വലിയ ആവേശം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആളുകൾ വാങ്ങുന്നത്. ഇന്ന് 2025 ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടെന്നും നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. 22 ഇന്ത്യൻ ഭാഷകളിലും 29 പ്രാദേശിക ഭാഷകളിലും 11 വിദേശ ഭാഷകളിലുമാണ് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നതെന്ന പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രഞ്ച്, ചൈനീസ്, ഇന്തോനേഷ്യൻ, ടിബറ്റൻ, ബർമീസ്, ബലൂജി, അറബിക്, പാഷ്ട്രോ, പേർഷ്യൻ, ദാരി, സ്വാഹിലി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 500-ലധികം ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നാണ് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നത്.